ഈ നാട്ടിൻ്റെ ചുറ്റുപാടിൽ ഈ നാട് നമ്മളെ ഈ നാട് ഞങ്ങൾക്ക് സ്നേഹം തന്നതുപോലെ തന്നെ ഈ നാട്ടിൽ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. ഒറ്റ തവണ കപ്പലിൽ യാത്ര നടത്തി. ആ യാത്ര വളരെയും പ്രയാസപ്പെട്ട ഒരു യാത്രയായിരുന്നു. 7 ദിവസം കപ്പലിൽ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. നമ്മൾ കുടുംബത്തിന് പോറ്റാൻ വേണ്ടി തന്നെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു, അനുജന്മാരെ കല്യാണം കഴിപ്പിച്ചു. ഞാൻ വന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു ദൂരബന്ധുവായിരിക്കുന്ന ഒരു മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാളുടെ കമാലിയ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു വിസക്ക് വന്നത്. വന്ന് പിറ്റേ ദിവസം തന്നെ ജോലിയിൽ ഏർപ്പെട്ടു. ഖത്തറിൽ വരുമ്പോൾ 19ാമത്തെ വയസ്സ്. അങ്ങനെ അവിടെ നിന്ന് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം എന്ന് പറഞ്ഞ് കരുതിയപ്പോൾ ഞാൻ ഗൾഫ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഇന്നത്തെ മാരിയോട്ട് ഹോട്ടൽ, അന്ന് ഗൾഫ് ഹോട്ടലായിരുന്നു. വേറെ ഇവിടെ വലിയ ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹോട്ടലിലേക്ക് ബോംബെയിൽ ജോലി ചെയ്ത കുറേ ഹോട്ടലിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു അപ്ലിക്കേഷൻ കൊടുത്തു. അത് കാരണം എനിക്ക് അവിടെ വെയിറ്ററായിട്ട് ഒരു ജോലി ചാൻസ് കിട്ടി. ഒറ്റ തവണ കപ്പലിൽ യാത്ര നടത്തി. പിന്നെല്ലാം ഇങ്ങോട്ട് തിരിച്ചു പോയത്. ആ യാത്ര വളരെയും പ്രയാസപ്പെട്ട ഒരു യാത്രയായിരുന്നു. 7 ദിവസം കപ്പലിൽ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത നല്ല ജൂലൈ ആഗസ്റ്റ് മാസത്തിലുള്ള കടലിൻ്റെ പാകിസ്ഥാനിൽ കടലെല്ലാം ഭയങ്കര കോഴിളക്കവും പലയാതി സ്വപ്നങ്ങളും കൂട്ടുകാരും കുടുംബക്കാരെല്ലാം മരണപ്പെട്ടെന്നുള്ള പലയാതി സ്വപ്നങ്ങളെല്ലാം കണ്ട് ബേജാറായിട്ട് നമ്മളിവിടെ എത്തി വിവരം നാട്ടിലേക്ക് എത്തണമെങ്കിൽ പിന്നെ വീണ്ടും ഒരാഴ്ചയൊക്കെയാണ്. 2 ആഴ്ച കഴിഞ്ഞാലാണ് വീട്ടിൽ നമ്മളിങ്ങനെ സ്വസ്ഥമായോടെ എത്തിയെന്ന്. സാഹചര്യം നമ്മൾ കുടുംബത്തിന് പോറ്റാൻ വേണ്ടി തന്നെ അൽഹംദുലില്ലാ നമ്മളിവിടെ വന്ന് നമ്മളുടെ കുടുംബത്തിന് വേണ്ടുന്നതായിരിക്കുന്ന സഹായങ്ങളെല്ലാം ചെയ്തു. പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു, അനുജന്മാരെ കല്യാണം കഴിപ്പിച്ചു. ഞങ്ങളെ അനുജന്മാരും 3 ആളുണ്ട്. അങ്ങനെയെല്ലാം അൽഹംദുലില്ലാ നല്ല റാഹത്തിലുള്ള ജീവിതമാണ് ഇതുവരെയും. എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നു. അല്ലാഹുവിൻ്റെ വേണ്ടിയോടുകൂടി പ്രയാസങ്ങളൊന്നും എവിടെയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കമാലിയിൽ നിന്ന് ഗൾഫ് ഹോട്ടലിലേക്ക്. ആ ഹോട്ടലിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. വെയിറ്ററായി ജോലി ചെയ്യുന്നതിനിടയിൽ പ്രൊമോഷൻ കിട്ടി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജോലിയിൽ കുറച്ചും കൂടി ഒരു മെച്ചം കിട്ടണം, എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകാൻ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ എനിക്ക് കേഷ്യറായിട്ട് ജോലി കിട്ടണമെന്ന് അപ്ലൈ ചെയ്തു. പിന്നെ കേഷ്യറായിട്ട് എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ നാട്ടിൽ നിന്ന് അനുജനെ വരുത്തി. അവനും ഇവിടെ ഒരു കമ്പനി ഗാഫ്കോയിൽ ഒരു ചെറിയ ജോലി കിട്ടി. അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ അതെ പണ്ട് ഞങ്ങൾ ഹോട്ടലും തുറക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ റൂമുകളിലോ അതല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊന്നും AC ഒന്നും ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു മലയാളിയുടെ ഹോട്ടൽ AC വെച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെ വരെ അത് കാണുവാൻ വേണ്ടിയിട്ട് എന്നാണ് AC, എങ്ങനെയാണ് അതിൻ്റെ തണുത്ത കാറ്റ് വരുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കാലടിയായിട്ട് പോയിട്ട് കണ്ടിരുന്നു. പണ്ട് കാലത്ത് വെറും കത്ത് മാത്രമായിരുന്നു. പിന്നെ മരിച്ചാൽ കമ്പി എന്ന് പറഞ്ഞല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ടെലിഗ്രാം, അതിന് കമ്പി എന്നാണ് പറയുക. ടെലിഗ്രാം ചെയ്തിട്ടായിരുന്നു അറിയിക്കൽ. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ മരണപ്പെട്ടപ്പോൾ അയാളെ ആ മരണ വാർത്ത അറിയിക്കാൻ ഏകദേശം 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വീട്ടിൽ ഫോൺ ചെയ്തിട്ട് വിവരം അറിയിച്ചു. ബിസ്മില്ല ഹോട്ടൽ അന്ന് അറിയപ്പെടുന്ന ഒരു ഹോട്ടലായിരുന്നു. എല്ലാ അറബികളും അവിടെ ചായ കുടിക്കാൻ വരികയും അവിടെ ഭക്ഷണം കഴിക്കുകയും അന്ന് വളരെ കുറവ് ഹോട്ടലുകളായിരുന്നു. ഞാൻ ഹോട്ടൽ തുറന്നപ്പോൾ പോലും അറബികൾ കീമയും പൊറോട്ടയും തിന്നുവാൻ വേണ്ടി വലിയൊരു ആഗ്രഹത്തോട് ഞങ്ങളെല്ലാം ഹോട്ടലിൽ വരികയും കീമയും പൊറോട്ടയും തിന്നുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്നതെല്ലാം കുറേ നാട് വികസനത്തിന് അനുസരിച്ച് ഈ നാട്ടിൽ പല പരിഷ്കാരങ്ങൾ വന്നതനുസരിച്ച് അവരെല്ലാം വലിയ വലിയ ഹോട്ടലുകളിലേക്ക് ഇന്ന് പോകുന്നു. ചെറിയ ഹോട്ടലുകളിൽ അവർ വരുന്നത് കുറവാണ്. കൂടുതൽ ഇപ്പോഴും കൊറോണയ്ക്ക് ശേഷം ഇവിടെ നിൽക്കാറില്ല. അതുകൊണ്ടും പിന്നെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടുമല്ല നാട്ടിൽ തന്നെ കഴിയാം, എപ്പോഴെങ്കിലും വിസിറ്റിങ്ങിന് വരാൻ സൗകര്യപ്പെട്ടെങ്കിൽ വരാമെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ 2 പേർക്കും ഒരു ഹോട്ടൽ തുടങ്ങണമെന്നുള്ള സ്വന്തമായിട്ടൊന്ന് ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ ഷാരെ കാർബയിലുള്ള മുമ്പത്തെ രാജാവായിരിക്കുന്ന ഷെയ്ഖ് ഖലീഫയുടെ വീടിനടുത്ത് ഞങ്ങൾ അൽ ഹറമൈൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഹോട്ടൽ ഓപ്പൺ ചെയ്തു 1977. അങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ
അതിന് തൊട്ട് തന്നെ ഒരു ചെറിയൊരു അൽ ഹറമൈൻ കോൾഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റോർ ബക്കാല എന്ന് പറയും തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഷാരെ കാർബയിലുള്ള മെയിൻ റോഡിലേക്ക് അതിന് മാറ്റി. അങ്ങനെ അത് മാറി മാറി പല സ്ഥലങ്ങളിലും ആ പേരിൽ ഞങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ അത് മുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു കോൾഡ് സ്റ്റോറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഞങ്ങൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് നടത്തിയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ജീവിച്ചത് ഇന്നത്തെ ഡൗൺ ടൗൺ എന്ന് പറയുന്നതായിരിക്കുന്ന മുഷേരിഫിലെ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയാണ് ഞങ്ങൾക്ക് 2 ഹോട്ടലും ഒരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ 2 തുണിപ്പീടിയ പാർട്ട്ണർഷിപ്പായിട്ട് ഇങ്ങനെ അവിടെയായിരുന്നു ഉള്ളത്. അത് പൊളിയതോടുകൂടി ഞങ്ങളെ പിന്നെ ബിസിനസ്സിൻ്റെ ഞങ്ങളെ മേധാവിത്വങ്ങളെല്ലാം കുറച്ച് കുറഞ്ഞു. പിന്നെ ഞങ്ങൾ കൊറോണ കാലത്ത് പിന്നെ വലുതായിട്ടൊന്നും വേണ്ട, പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ മതിയെന്ന് കരുതി ചെറിയ 2-3 ഷോപ്പുകൾ നിലനിർത്തുകയും ഞങ്ങൾ 2 പേരും ഞാനും മാനേജരും നാട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നതിന് ശേഷം പിന്നെ ഇവിടെ വർഷത്തിലൊരു പ്രാവശ്യം വന്നിട്ട് കുറച്ച് താമസിച്ചിട്ട് പോവുകയാണ്. ഞങ്ങളെ മക്കളാണ് ഇവിടെ ഇപ്പോൾ അത് ചോടം ചെയ്യുന്നത്. 4 ഭരണാധികാരികളെ മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ താനി, എന്നതിൻ്റെ ശേഷം ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ താനി, പിന്നെ അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി, ഇപ്പോൾ ഷെയ്ഖ് തമീം അഹമ്മദ് അൽ താനി. ഞങ്ങളാക്കിയത് ഖത്തറാണ്. ആ നന്ദി ഖത്തറിനോടും ഇവിടുത്തെ നാട്ടുകാരോടും ഇവിടുത്തെ ഭരണകർത്താക്കന്മാരോടും ഞങ്ങൾക്കുണ്ടാകും ഇൻഷാ അല്ലാഹ്.